Trendy and customized collection, best in budget. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. മലയോര ഹൈവേ റോഡ് നിർമ്മാണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് കാളികാവിലെ വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. 2 വർഷത്തോളമായി തുടരുന്ന റോഡ് നിർമ്മാണം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരത്തിനിറങ്ങുന്നത്. കാളികാവിലെ വ്യാപാരികൾ പ്രതിസന്ധിയിലായിട്ട് 2 വർഷം കഴിഞ്ഞു. 50-ലേറെ കടകൾ ഇതിനകം തന്നെ പൂട്ടിപ്പോയി. കാളികാവിലേക്ക് വരാനും പോവാനും ചരക്ക് നീക്കത്തിനും തടസ്സമായ തീരാത്ത റോഡ് പണികളാണ് കാരണം. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധം ഉയർത്തുന്നത്. സമരഭാഗമായി ഈ മാസം 19-ന് കടകളടച്ച് സമരജാഥ ഒരുക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് കാളികാവിലെ മലയോര ഹൈവേ നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം വ്യാപാരികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മഴയാണെങ്കിൽ മറ്റുള്ള രോഗങ്ങളും അതുപോലെ തന്നെ പൊടിയാണെങ്കിൽ അലർജി പ്രശ്നങ്ങളും ഈ രൂപത്തിൽ കാളികാവിലേക്ക് വരുന്ന കച്ചവടക്കാരുടെ ആളുകളുടെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹിമ കെയറുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഈ രൂപത്തിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ തീരെ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിലകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് യൂണിറ്റ് ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് യൂണിറ്റ് ഏകദേശം 450ഓളം വരുന്ന വ്യാപാരികൾ ഇന്ന് ദുരിതത്തിന്റെ പാതയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ 2 വർഷമായിട്ട് കാളികാവിനെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ്. 450ഓളം വരുന്ന കച്ചവടക്കാർ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു വെച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ വാടക കൊടുത്ത് തന്റെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുത്ത് ബാക്കിയുള്ള എക്സ്പെൻസ് നോക്കുമ്പോൾ ഇന്ന് വളരെയധികം ലോസിലേക്കാണ് ഓരോ സ്ഥാപനങ്ങളും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഷട്ടർ രാവിലെ തുറന്ന് വൈകിട്ട് അടച്ചു കഴിയുമ്പോൾ സീറോ ബാലൻസോടുകൂടി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് കാളികാവിലെ വ്യാപാരികൾ വളരെയധികം പ്രയാസത്തിൽ നീങ്ങുന്നത്. ബാങ്ക് ലോണും ബാക്കിയുള്ള പേയ്മെന്റുകളും GSTയും വളരെ എല്ലാ വിഷയങ്ങളും എല്ലാം വ്യാപാരികളുടെ വളരെയധികം വേദനയോടുകൂടി പോകുന്ന സമയത്താണ് മലയോര ഹൈവേയുടെ വർക്ക് ഇന്ന് കാളികാവിലെ വ്യാപാരികളെ വളരെയധികം മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ എന്ന് വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ഈ കമ്പനിയോട് ഒരാളുകൾ ലേബർ സൊസൈറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇന്ന് 2 വർഷമായിട്ട് കാളികാവിനെ സംബന്ധിച്ച് ഇവർ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ 2ഓ 3ഓ ലേബേഴ്സിനെ വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് കാളികാവിൽ. കാളികാവ് ബ്ലോക്ക് ഓഫീസിന് അവിടെ മുതൽ പൂക്കോടമ്പാടം വരെയുള്ള 80 കിലോമീറ്റർ വർക്ക് 2 വർഷമായിട്ട് മെല്ലെ പോകുന്നതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് സ്ഥാപനങ്ങൾ തുറന്നു വെച്ചു പോകാനും അതേപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് അതേപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾക്ക് ഇതുമുതൽ വളരെയധികം പ്രയാസമാണ്. പല കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നോ ഒരു വ്യാപാരിക്ക് അനുകൂലമായ രീതിയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ 19-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ കടകൾ അടച്ചുകൊണ്ട് ഒരു ധർണയിലേക്ക് നീങ്ങുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു ധർണയിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിച്ചല്ല. പക്ഷേ കാളികാവിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ കാളികാവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാളികാവ് ഇന്ന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെയധികം വേദനാജനകമാണ്. പല മേഖലയിൽ വരുന്ന ആളുകളെല്ലാം 2 വർഷമായിട്ട് കാളികാവിനെ ബുദ്ധിമുട്ടിരിക്കുന്ന ഈ നയങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഗൌരവം കാണുന്നില്ല എന്നതാണ് സത്യം. ഒരു 4-5 മണിക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ 9 കിലോമീറ്റർ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും? അതോടൊപ്പം തന്നെ സർക്കാരിനും MLAക്കും എല്ലാ വിധത്തിലുള്ള പരാതികൾ കൊടുത്തിട്ടും മെല്ലെപ്പോക്ക് നയമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനെ ഒരു ധാരണയിലേക്കും സമരത്തിലേക്കും നീങ്ങുവാൻ കാരണം. നിങ്ങളുടെ എല്ലാ സഹകരണം ഈ സമയത്ത് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു നാടിന്റെ വികസനത്തോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംഘടനയോടൊപ്പം കൂടെ നിന്നുകൊണ്ട് തന്നെ 19-ാം തീയതിയിലെ സമര ജാഥയിൽ നിങ്ങളെ എല്ലാ സ്നേഹപൂർവ്വം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് അധ്യക്ഷൻ CH ഫൈസൽ, ജില്ലാ സെക്രട്ടറി CB വയലിൽ, യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് യൂസഫ് മാഞ്ചേരി, ജിജോ വി ബേബി, ഹാരിസ്, സോനു അഷറഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ? മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ. പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ. BVOC Radiology and Imaging Technology, BVOC Food Technology, BVOC Dialysis Technology, BVOC Medical Laboratory Technology, BVOC Optometry, BVOC Nutrition and Dietetics.
മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം.